Hi friends, എല്ലാവർക്കും അബ്ദു ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, അതായത് SSLC രജിസ്ട്രേഷന് മുൻപ് വരെയുള്ള നിങ്ങളുടെ സ്കൂൾ രേഖകളിലെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജനന തീയതി, നിങ്ങളുടെ രക്ഷിതാവിന്റെ പേര്, ഇതിലൊക്കെ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ എങ്ങനെയാണ് തിരുത്തുക എന്നതിനെ കുറിച്ചും, ഇനി നിങ്ങൾക്കൊരു നെയിം ചേഞ്ച്, നിങ്ങളുടെ പേര് പഴയ പേരിൽ നിങ്ങൾ പുതിയൊരു പേര് നിങ്ങൾ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുതിയ പേര് എങ്ങനെയാണ് സ്കൂൾ റെക്കോർഡിലേക്ക് രേഖപ്പെടുത്തുക എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മളോട് സംസാരിക്കുന്ന പ്രോസസ്സ് നിങ്ങളുടെ SSLC രജിസ്ട്രേഷന് തൊട്ട് മുൻപ് വരെ ഉള്ളതാണ്. നിങ്ങളുടെ SSLC രജിസ്ട്രേഷന് ശേഷം, അതല്ല എങ്കിൽ നിങ്ങളുടെ SSLC എക്സാം എഴുതിയതിനു ശേഷം നിങ്ങളുടെ SLC ബുക്കിലുള്ള പേര് മറ്റ് വിവരങ്ങളൊക്കെ തിരുത്തുന്നതിനുള്ള പ്രോസസ്സ് വേറെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങളുടെ SLC ബുക്കിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. നിങ്ങൾ SLC രജിസ്ട്രേഷന് മുൻപ് നിങ്ങളുടെ പേരിലുള്ള നിങ്ങളുടെ അക്ഷരത്തെറ്റുകളോ അതല്ല എങ്കിൽ നിങ്ങളുടെ പേരിലുള്ള കംപ്ലീറ്റ് നെയിം ചേഞ്ച് ഒക്കെ സാധ്യമാണ്. SLC രജിസ്ട്രേഷന് ശേഷം നെയിം ചേഞ്ച് സാധ്യമല്ല, വെറും ക്ലറിക്കൽ തെറ്റുകൾ മാത്രമേ സാധ്യമാകൂ. ഇനി നിങ്ങളുടെ SLC രജിസ്ട്രേഷന് മുൻപ് 1 മുതൽ 10 വരെയുള്ള ഏതെങ്കിലും ക്ലാസ്സുകളിലെ സ്കൂൾ രേഖകളിൽ നിന്നും നിങ്ങളുടെ പേര്, നിങ്ങളുടെ മാതാപിതാക്കളുടെ പേര്, നിങ്ങളുടെ ജനന തീയതി, നിങ്ങളുടെ ജാതി തുടങ്ങിയ വിവരങ്ങൾ എങ്ങനെയാണ് തിരുത്തുക എന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ നോക്കാം. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ രേഖകൾ, അതായത് SSLCക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള സ്കൂൾ രേഖകളിലെ ജനന തീയതിയും മറ്റ് വിവരങ്ങളും എങ്ങനെയാണ് തിരുത്തുക അല്ലെങ്കിൽ അതിന് അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ പുറപ്പെടുവിപ്പിച്ചിട്ടുള്ള സർക്കുലറുകളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്ന 1ാമത്തെ സർക്കുലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തദ്ദേശ സ്വയംഭരണ, അതായത് ഗ്രാമപഞ്ചായത്തുകളുടെ വെബ്സൈറ്റുകളിൽ നിന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന, അതായത് ബാർകോഡ് കൂടിയുള്ള ജനന സർട്ടിഫിക്കറ്റ് എല്ലാ സർക്കാർ ആവശ്യങ്ങൾക്കും ആധികാരിക രേഖ, അതായത് ഒറിജിനൽ രേഖയായിട്ട് സ്വീകരിക്കുന്നതാണ്. നിങ്ങൾ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഗസറ്റ് വിജ്ഞാപന പ്രകാരം 1 മുതൽ 10 വരെ, അതായത് SLCക്ക് പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള സ്കൂൾ രേഖകളിലെ ജനന തീയതി ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും തിരുത്തുന്നതിനായി സർക്കാർ അതാത് സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർക്ക് അനുമതി നൽകിയിരിക്കുന്നതാണ്. ഇനി നമുക്ക് എന്തൊക്കെ വിവരങ്ങൾ, അതായത് ഏതൊക്കെ വിവരങ്ങൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് തിരുത്താം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഉദാഹരണം ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ പേരാണ്, അതായത് വിദ്യാർത്ഥിയുടെ പേര്. വിദ്യാർത്ഥിയുടെ പേരിലുള്ള അക്ഷരത്തെറ്റുകൾ നമുക്ക് തിരുത്താം. അതുപോലെ നെയിം ചേഞ്ചും സാധ്യമാണ്. അതായത് അക്ഷരത്തെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 1ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് കൊടുത്ത രേഖ പ്രകാരമുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അക്ഷരത്തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റിൽ എന്താണോ പേര് നൽകിയിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് പേര് ചേഞ്ച് ചെയ്യുന്നതാണ്. ഇനി സ്കൂൾ രേഖയിലെയും ജനന സർട്ടിഫിക്കറ്റിലെയും അല്ലാതെ വേറൊരു പേരാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ പേര് നിങ്ങൾ ആദ്യം ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിങ്ങളുടെ ആ പേര് നെയിം ചേഞ്ച് നിങ്ങൾ കൊടുക്കണം. അങ്ങനെ നിങ്ങളുടെ ഗസറ്റിൽ നിങ്ങളുടെ നെയിം ചേഞ്ച് വന്നതിന് ശേഷം അത് പ്രകാരം നിങ്ങളുടെ പേര്, പുതിയ പേര് നിങ്ങൾക്ക് സ്കൂൾ രേഖയിൽ ചേർക്കാവുന്നതാണ്. 3, നിങ്ങളുടെ ജനന തീയതി, അതായത് നിങ്ങളുടെ സ്കൂൾ രേഖയിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അല്ലാതെ വേറെ ഏതെങ്കിലും ജനന തീയതിയാണ് കൊടുത്തതെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രകാരം നിങ്ങൾക്ക് ജനന തീയതി തിരുത്താവുന്നതാണ്. ഇനി നിങ്ങളുടെ മാതാപിതാക്കളുടെ പേര്, നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എന്താണ് നൽകിയിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് സ്കൂൾ രേഖയിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇനി നിങ്ങളുടെ ജനനസ്ഥലം, നിങ്ങളുടെ ജനനസ്ഥലത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എന്താണോ അത് പ്രകാരം നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. ഇനി നിങ്ങളുടെ കാസ്റ്റ്, നിങ്ങളുടെ ജാതി, അതല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയൻ, ഇതിൽ എന്തെങ്കിലും തിരുത്തൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രകാരം സ്കൂൾ രേഖയിൽ നിങ്ങളുടെ ജാതി ഒക്കെ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. ഇനി 8, നിങ്ങളുടെ സെക്സിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രകാരം നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. ഇനി നിങ്ങളുടെ അഡ്രസ്സിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, ഇനി നിങ്ങളുടെ നാഷണാലിറ്റിയിൽ ചേഞ്ച് സാധ്യമല്ല, നമുക്ക് ജസ്റ്റ് ഒരു ക്ലറിക്കൽ എറർ മാത്രമേ സാധ്യമുള്ളൂ. അതും നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എന്താണോ അത് പ്രകാരം മാത്രമേ സാധിക്കുള്ളൂ. ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കൂടെ നമ്മൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റും കൂടെ വാങ്ങിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇവിടെ പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഈ റവന്യൂ അധികാരിയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളതിന്റെ വീഡിയോന്റെ ലിങ്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഓരോ തിരുത്തലുകൾക്കും നമ്മൾ എന്തൊക്കെ
രേഖകളാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. എല്ലാ തിരുത്തലുകൾക്കും നമ്മളൊരു അപേക്ഷാ ഫോറം നമ്മൾ പൂരിപ്പിക്കേണ്ടതുണ്ട്, ഒരു നിശ്ചിത അപേക്ഷാ ഫോറം. അതോടൊപ്പം നിങ്ങളുടെ ജനന തീയതിയാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ 500 രൂപ നിങ്ങൾ ട്രഷറി വഴി നിങ്ങൾ ഒടുക്കണം. ഇനി നിങ്ങളൊരു പട്ടികജാതി പട്ടിക വർഗത്തിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ ഈ 500 രൂപ നിങ്ങൾ ഒടുക്കുന്നതിന് പകരം നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ അപേക്ഷയോടൊപ്പം ഉൾപ്പെടുത്തിയാൽ മതി. ജനന തീയതി ഒഴികെ മറ്റു തിരുത്തലുകൾക്കൊന്നും ഈ ഫീസ് നമ്മൾ ഒടുക്കേണ്ടതില്ല. ഇനി ഉദാഹരണം, നിങ്ങളുടെ പേരാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ അഡ്മിഷൻ റെക്കോർഡ്, അതല്ല എങ്കിൽ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ്, അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ. ഇനി ഇതോടൊപ്പം തന്നെ നിങ്ങൾ 1 and the same സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. അതുപോലെ നിങ്ങളൊരു ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ രക്ഷിതാവിന്റെ പേര് അതല്ല എങ്കിൽ നിങ്ങളുടെ ജനന സ്ഥലം ഇതാണ് നിങ്ങൾക്ക് തിരുത്തേണ്ടതെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള 3 കോപ്പികൾ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 and the same സർട്ടിഫിക്കറ്റും ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുമാണ്. നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ മാർക്കാണ് നിങ്ങൾക്ക് തിരുത്തേണ്ടതെങ്കിൽ നിങ്ങൾ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം നിങ്ങൾ ഹാജരാക്കിയാൽ മതി. നിങ്ങളുടെ ജാതി ആണെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സെക്സ് ആണെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും, നിങ്ങളുടെ അഡ്രസ് ആണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം നിങ്ങളൊരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. നിങ്ങളുടെ നാഷണാലിറ്റി ആണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ സേവന കേരളം എന്ന വെബ്സൈറ്റ് വഴിയോ അതല്ല എങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഏതെങ്കിലും വെബ്സൈറ്റ് വഴി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ്. നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിന് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ഉണ്ട്. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്ന സർക്കുലർ. നിങ്ങൾ ജനന തീയതിയാണ് നിങ്ങൾ തിരുത്തേണ്ടതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ 500 രൂപ നിങ്ങൾ ഫീസ് ഒടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഫീസ് എങ്ങനെയാണ് ഒടുക്കുക എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ ഫീസ് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് വഴിയോ അതല്ലെങ്കിൽ നമ്മുടെ ട്രഷറി വഴിയോ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനായി നിങ്ങൾ ഈ കാണുന്ന ഫോം നമ്പർ TR 12 നിങ്ങൾ ഗവൺമെന്റ് ഓഫ് കേരള ഫോം TR 12 എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തതിനാൽ തന്നെ നിങ്ങൾക്ക് ഫോറം കിട്ടും. ഇനി ഫോറം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് ഞാൻ ഇവിടെ റെഡ് കളറിൽ ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഹെഡ് ഓഫ് അക്കൗണ്ട്, അതായത് നിങ്ങളുടെ ഫീസ് അടയ്ക്കേണ്ട അക്കൗണ്ട് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് 0202011092 എന്ന ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ 500 രൂപ നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത്. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ട്രഷറിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫോറത്തിന്റെ 3 ഭാഗത്തും നിങ്ങൾ ഇതുപോലെ തന്നെ വിവരങ്ങൾ നിങ്ങൾ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ പൂരിപ്പിച്ച് നിങ്ങൾ ട്രഷറി അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് ബാങ്കിൽ നിങ്ങൾ ഈ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവര് നിങ്ങൾ ഈ കാണുന്ന ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് ഈ പൈസ അടച്ചിട്ട് നിങ്ങൾക്ക് ഒരു റെസീപ്റ്റ് നൽകുന്നതാണ്. ഇനി നമ്മൾ പൂരിപ്പിക്കേണ്ട അപേക്ഷാ ഫോറം നമുക്ക് എവിടെയാണ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. ഈ അപേക്ഷാ ഫോറം നിങ്ങൾ ഈ കാണുന്ന കേരള പരീക്ഷാ ഭവൻ എന്ന ഈ ഒരു വെബ്സൈറ്റ് ലിങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന അപേക്ഷാ ഫോറം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അപേക്ഷാ ഫോറം എങ്ങനെയാണ് പൂരിപ്പിക്കുക എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നോക്കാം. നിങ്ങളിവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ അപേക്ഷാ ഫോറത്തിന്റെ ഫസ്റ്റ് പേജ്. അതായത് ഫസ്റ്റ് പേജിന്റെ ഈ ഒരു ഭാഗം, അതായത് 1ഉം 2 ആണ് ഞാനിവിടെ പൂരിപ്പിച്ചിട്ട് കാണുന്നത്. അത് ഞാനിവിടെ റെഡ് കളറിൽ കൊടുത്തേക്കുന്നതൊക്കെ എൻ്റെ ഇൻഫർമേഷനാണ്. അപ്പം നിങ്ങളുടെ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇനി ഇവിടെ ഫസ്റ്റിൽ ഇവിടെ ഐറ്റം നമ്പർ 1 നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് രക്ഷിതാവിൻ്റെ പേരാണ്. അതായത് നമ്മുടെ അപേക്ഷ നമ്മൾ സമർപ്പിക്കേണ്ടത് നമ്മുടെ രക്ഷിതാവ് അതല്ലെങ്കിൽ നമ്മുടെ പാരന്റ് ആണ്. ഓക്കെ, അപ്പം ആരാണോ അപേക്ഷ സമർപ്പിക്കുന്നത് അവരുടെ വിവരങ്ങളാണ് ഈ ഫസ്റ്റിൽ പൂരിപ്പിക്കേണ്ടത്. സെക്കൻഡിലാണ് ഈ കുട്ടിയുടെ വിവരങ്ങൾ നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഇനി നമ്മുടെ അപേക്ഷ ഫോറത്തിന്റെ ഫസ്റ്റ് പേജിലെ ഐറ്റം നമ്പർ 3 ഇവിടെയാണ് നമ്മൾക്ക് എന്തൊക്കെ വിവരങ്ങളാണ് നമ്മൾക്ക് തിരുത്തേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടെ പൂരിപ്പിക്കേണ്ടത്. ഇനി നിങ്ങളുടെ പേര് നിങ്ങൾക്ക് തിരുത്തണമെങ്കിൽ നിങ്ങൾ ഇവിടെ ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരാണെങ്കിൽ ടിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏത് പേരിൽ നിന്നും ഏത് പേരിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങളുടെ വ്യക്തമായി നിങ്ങളിവിടെ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അപേക്ഷയുടെ ഫസ്റ്റ് പേജിന്റെ ലാസ്റ്റ് ഭാഗമാണ്, അതായത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്ഥാപനത്തിന്റെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ നമ്പറാണ് നിങ്ങൾ ഇവിടെ പൂരിപ്പിക്കേണ്ടത്. ഇനി ഇവിടെ താഴെ 5ാമത്തെ ഭാഗം എന്നുള്ളത് ഫീസാണ്. ഇനി നമ്മുടെ അപേക്ഷയുടെ 2ാമത്തെ പേജിൽ അതായത് നമ്മളൊരു സത്യപ്രസ്താവന നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ സത്യപ്രസ്താവനയും കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. അത് ഞാനിവിടെ റെഡ് കളറിൽ രേഖപ്പെടുത്തിയ പോലെ നിങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾക്കിവിടെ സിഗ്നേച്ചർ എന്നുള്ളിടത്ത് നിങ്ങളുടെ ഒപ്പ് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇനി നമ്മുടെ സെക്കൻഡ് പേജിന്റെ 3rd ഭാഗം നിങ്ങളെ പേര് നിങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കണം. ഇപ്പം നിലവിൽ ഈ ഒരു ഫോറം പ്രകാരം ഇത്
വില്ലേജ് ഓഫീസർ നിങ്ങൾക്ക് സൈൻ ചെയ്ത് തരണം. എന്നാൽ ഇപ്പോൾ വില്ലേജ് ഓഫീസർ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് സൈൻ ചെയ്ത് തരുന്നതിന് പകരം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വില്ലേജ് ഓഫീസർ ഒരു ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരും. അപ്പം ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപേക്ഷയോടൊപ്പം നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി. ഇനി നമ്മുടെ അപേക്ഷ എവിടെയാണ് സമർപ്പിക്കേണ്ടത്, അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കൃത്യമായി പൂരിപ്പിച്ച അപേക്ഷ നമ്മൾ അവസാനം പഠിക്കുന്ന സ്കൂളുകളിൽ നമ്മുടെ ഹെഡ് മാസ്റ്റർക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമ്മുടെ അപേക്ഷയുടെ കൂടെ എല്ലാ രേഖകളും നിങ്ങളുടെ അപേക്ഷയോടൊപ്പം നിങ്ങൾ കൂട്ടിച്ചേർക്കണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അപേക്ഷയിൽ നിങ്ങൾ ജനനത്തീയതി ചേർത്തുന്നതിനാണെങ്കിൽ 500 രൂപ ഫീസ് കൊടുക്കണം. ഈ ഫീസ് പട്ടികജാതി പട്ടികവർഗത്തിൽ ഉൾപ്പെട്ടവർ ആണെങ്കിൽ ഈ ഫീസ് കൊടുക്കേണ്ട. അതിന് പകരം അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അവർ ഹാജരാക്കിയാൽ മതി. അതുപോലെ ജനനത്തീയതി ഒഴികെ മറ്റു വിവരങ്ങൾ തിരുത്തുന്നതിനായിട്ട് ഫീസ് നിങ്ങൾ ഒടുക്കേണ്ടതായിട്ടില്ല. നിങ്ങളുടെ സ്കൂൾ രേഖ, അതായത് 1 മുതൽ 10 വരെ SSLC രജിസ്ട്രേഷന് മുമ്പ് നിങ്ങളുടെ സ്കൂൾ രേഖകളിലെ ജനന തീയതിയോ നിങ്ങളുടെ പേരോ രക്ഷിതാവിൻ്റെ പേരോ മറ്റ് ഏതെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് തിരുത്തണമെങ്കിൽ അതിൻ്റെ അപേക്ഷ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്നും എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്നും കംപ്ലീറ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.